അങ്ങനെ നേരെ വെളുക്കുമ്പോൾ തന്നെ എന്തായാലും ഒരു കട്ടൻ അടിച്ച് കൊണ്ട് കുടിച്ചാണ്ടല്ലോ അതൊരു വേറൊരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതാക്കണം, നമുക്ക് ഫോണിൽ നെറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ വിചാരിച്ചൊന്നല്ല, പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്നങ്ങോട്ട് പോയതാട്ടോ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങളെ കാണാതെ പോകണം ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമാണ്. അപ്പോൾ ഇതാക്കണം ഞാൻ മണ്ടി കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ചായയൊക്കെ തിളപ്പിച്ചെന്ന് കുറച്ച് നേരത്തെ നീച്ചിക്കണം, ഒരു 5 മണി ആയപ്പോഴത്തേനും നീച്ചിക്കണം കേട്ടോ. അപ്പോൾ ഓക്ക് പഠിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഓളെ നീപ്പിക്കണേന്ന് ആ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് നീച്ചാൽ, അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേനും നമ്മൾ നീക്കലുള്ളൂ. പിന്നെ ഇതാക്കണ് ചായ അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പണി എടുക്കട്ടെ ചേച്ചി ചോറിനൊക്കെ വെള്ളം വെച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ദോശയാണ് ചുടാനുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് ചുടാം. പിന്നെ ഇന്നലെ അന്തികത്തെ നമ്മളെ പുഴമീൻ്റെ ചാറുണ്ടല്ലോ, അത് കുറച്ച് അവിടെ ഉണ്ട്. അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല, ദോശയ്ക്ക് വേണ്ടവർക്ക് കൂട്ടാലോ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാകണം ഈ ഇരുട്ടത്ത് കൂടെ തപ്പി തടഞ്ഞ് നടന്നാണ് ഇതാകണം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ഒക്കെ ആകപ്പാടെ പെരന്ന് നടക്കുകയെന്ന് നല്ലപോലെ തീയൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഈ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ഒരു 6 മണിയായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ വേഗം ഒന്ന് അടിച്ചൊക്കെ വാരി ആ ചോറ് തിളക്കുമ്പോഴത്തേന് അടിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് കഴിഞ്ഞാലുള്ളൊരു സമാധാനമാണ് കേട്ടോ. ഭയങ്കര പൊടി പാറലാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റൊക്കെ ഒന്ന് തളിച്ചിട്ട് വെള്ളം കൊണ്ടും തളിച്ചിട്ട് മുറ്റം അടിച്ചു വാരാം, അല്ലെങ്കിൽ ആകപ്പാടെ കൊലയും ഒന്നും കാണാൻ പറ്റൂല കേട്ടോ. കൊലയുമ്പോഴാണ് പൊടി നിറച്ചും അങ്ങോട്ട് ഉള്ളത്. ഈ റോഡിൻ്റെ പക്കത്തായിട്ടാണ് ഒന്നാമത് പടി കേട്ടോ. നല്ല പൊടിയാണ്, വലിയ വണ്ടികളൊന്നും പോകണില്ല, എന്നാലും വണ്ടികളൊക്കെ പോണ റോഡാണല്ലോ. അപ്പോൾ അവിടെ നിന്നില്ല പൊടി ഭയങ്കരമായിട്ട് നമ്മളെ അകത്തു കൂടെ മൊത്തത്തിലുണ്ട് കേട്ടോ. ടൈൽമ കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കാൽമ പാട് വരെ കാണും, അങ്ങനെയാണ് പൊടി ഉള്ളത്. അപ്പോൾ തുടച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കൊലയുമത്തെ റൂമൊന്നും തുടച്ചിട്ട് കാര്യം തന്നെയല്ലേ, ഇടക്കും തലക്കും തുറക്കാനേ പറ്റുള്ളൂ കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു പണിയായി. കാരണം ഇനിയിപ്പോൾ വേനല്ല, നല്ല കൊടും വേനലാണല്ലോ അല്ലേ. അപ്പം ഇനിയിപ്പോൾ പൊടീനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത് നമ്മളെ ഓട് വീട്, ആ ഓടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നല്ല പോലെ ഉഷാരം പൊടി ഒന്ന് അണഞ്ഞവിടെ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തർ ഇതാ കുളിക്കാൻ പോലെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇപ്പോൾ പോകണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജമീൽ താത്ത പോയപ്പോൾ ചോദിക്കുന്നുണ്ട് പോരാനായില്ലടീന്ന് പോരെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോക്ക് ഉണ്ടാണത്. അപ്പം നമുക്ക് പോകാനായിട്ടില്ല, ചോറ് ഇതാക്കണം, തിളച്ച് വേകണുള്ളൂ, അതിക്കൊരു ഉപ്പേരി ഉണ്ടാക്കണം, പിന്നെ ദോശ ഇടണം, അതിൻ്റെ ഇടയിൽ ദോശക്ക് കറി ഉണ്ടാക്കണം. അങ്ങനെ പണി നമ്മളെ ബാക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ആക്കും പോലെയാണ് കുളിക്കാൻ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അടിച്ചു വാരി ഇപ്പോൾ എവിടെ എത്തിയേച്ച് റോഡ് വരെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ചെമ്മലയാണ്, നമ്മളെ അപ്പുറത്ത് തന്നെ റബ്ബറായതുകൊണ്ട് നല്ല പോലെ ചെമ്മല അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ മുറ്റം വരെ ചെമ്മലേക്കാരം, അതൊക്കെ ഇത് അടിച്ചു കൂട്ടി നല്ല പോലെ ഒന്ന് കത്തിച്ചുകൊണ്ട് നമ്മളെ സൈഡൊക്കെ നമ്മൾ വൃത്തിയാക്കണമല്ലോ, അതാണല്ലോ ഒരു മര്യാദയാണല്ലോ അത്. അപ്പോൾ നമ്മളെ സൈഡ് റോഡിൻ്റെ ആ ഒരു സൈഡൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് ഒരു വൃത്തിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാക്കണ ഒരു 6:30 ആകുമ്പോൾ നമ്മളെ ഏരിയ എങ്ങനെയൊക്കെ ഒരു ശാന്തമാവും, എവിടെയും ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല, അടുക്കള മാത്രം നീച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. മക്കളും കുട്ടികളൊക്കെ ഉറങ്ങി തന്നെയായിക്കാരം. ഇപ്പോൾ പണിക്ക് പോകാമല്ലോ, അവരൊക്കെ ഉറങ്ങാവും. പിന്നെ റബ്ബർക്ക് നോക്കി ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചെറിയ തളിരിലകൾ വന്നുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു വിജനമായൊരു പാത അല്ലേ. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു നേരത്ത് നോക്കാനായിട്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതാണ് കേട്ടോ ഞങ്ങൾ ചെറിയൊരു സ്വപ്നക്കൂട്. അപ്പോൾ നമ്മളെ വീടാണത്. അപ്പോൾ തീരെ കണ്ടിട്ട് അതൊരു പുതിയ സബ്സ്ക്രൈബർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ പറയാൻ കാരണം എല്ലാവരും നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ ആണ് കണ്ടിട്ട് ഈ പുറത്തുനിന്നുള്ള വ്യൂ കുറവ് വൈകാറല്ലേ. പുറത്തുനിന്ന് നമ്മളങ്ങനെ വീഡിയോ എടുക്കലില്ലല്ലോ, ഫുള്ളായി നമ്മൾ അടുക്കളയിൽ നല്ല വീഡിയോ എടുക്കൽ, വെക്കലും വിളമ്പലും തിന്നലും പറഞ്ഞായിരിക്കും ഓരോ വീഡിയോ അടുക്കളയിൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുറത്തുള്ള വ്യൂ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. പിന്നെ ഇതാ തെച്ചിയൊക്കെ ഉണ്ട് കേട്ടോ, 2 നേരം തെച്ചിയുണ്ട്, മഞ്ഞുണ്ട്, പിന്നെ ഒരു പിങ്ക് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇതാക്കണ ഞാൻ വേഗം ചോറ് ഊറ്റാൻ വേണ്ടി വന്ന് അപ്പോഴത്തേന് നമ്മളെ മൂപ്പര് തേച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ കാലത്ത് നീച്ചിക്കണം മൂപ്പര്. എന്താണെന്ന് വെച്ചാൽ വാഴ നനക്കാനുണ്ട്. വാഴ ഒരുവിധമൊക്കെ കൊലച്ചാണ്ട് ഇനി വെള്ളം നനക്കാതെ നിന്ന് ആകപ്പാടെ വാടി തളർന്ന് ഓലെന്നെ വിൽക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് നനക്കണം. ആഴ്ചയിൽ ഒരു വട്ടമാണ് കേട്ടോ നനക്കണത്. അപ്പോൾ വ്യാഴം വെള്ളിയാഴ്ച വെച്ചിട്ട് 2 ദിവസം വെച്ചിട്ടാണ് മൂപ്പര് പണിക്ക് പോണേനെ മുന്നെയാണ് നനച്ചിടലാണ് കേട്ടോ. ഒരു 8 മണിയാകുമ്പോൾ ഇപ്പോൾ ഒരു 6:30 അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പോയിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേന് വരും. പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പണിക്ക് പോകല, അങ്ങനെയാണ് കേട്ടോ പോലെ. അപ്പം നമ്മൾ നനക്കാൻ പോകുകയെന്ന് പറഞ്ഞാൽ കുറച്ചവിടെ നടക്കാനുണ്ട് കേട്ടോ. രാവിലെ നമുക്കിത് കൂടില്ല, പിന്നെ വൈകുന്നേരത്ത് പോകണം. വൈകുന്നേരം കുട്ടികൾ വരുന്ന ആ ഒരു നേരമൊക്കെ ആവും, പിന്നെ അതിലേറെ തിരക്കാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നനക്കാനായിട്ട് പോകാത്തത്. അപ്പോൾ ഇന്ന് ഇതാക്കുന്നത് ഒന്നും ഞാനിവിടെ ഉപ്പേരി വെക്കാനായിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കണം മുട്ട കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ രസമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഉണ്ണിമോക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ടൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി തപ്പി തിരഞ്ഞ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്നും അരിഞ്ഞു. പിന്നെ കടുകൊക്കെ ഒന്ന് ഇട്ട് പൊട്ടിച്ച് ചെറിയുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുട്ട പൊരിക്കുക കേട്ടോ. ഇങ്ങനെ മുട്ട പൊരിച്ച ഒരു മസാല മുട്ട പൊരി ആവൂലേ.
പിന്നെ ഇതാക്കുന്ന 2 മുട്ട കുഞ്ഞി കോഴിമുട്ട ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ആ തട്ടിപ്പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതിലുണ്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല സാറായിട്ടാണ് ചിക്കി പൊരിക്കാനാണ് കേട്ടോ. അല്ലാതെ നമ്മളപ്പം ചുടുന്ന പോലത്തെ പൊരിക്കാനായിട്ട് ഇതിങ്ങനെ കിട്ടൂല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാകുമല്ലോ അല്ലേ. പിന്നെ കുറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തിന്നാൽ തന്നെ ഒരു ടേസ്റ്റ് കാരണം. അല്ലെങ്കിൽ മുട്ട മാത്രമായ മുട്ടൻ്റെ ഒരു ഭയങ്കരമായിട്ടൊരു സ്മെല്ല് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അത് മീറ്റ് മസാല വാങ്ങി വെക്കുമ്പോൾ എല്ലാ ചേരുവയ്ക്കും നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. സോയാബീൻ പൊരിച്ചൊന്നും നമ്മൾ മീറ്റ് മസാല ചേർക്കുന്നു. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്തിരി കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടെങ്കിൽ ഉസാറായി നിട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണല്ലോ അത്. അപ്പോൾ ഈ ഒരു റെസിപ്പി മാത്രമേ ഇന്ന് ഞാൻ കാണിക്കണുള്ളൂ കേട്ടോ. വല്ലാതായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നലെ നമ്മളെ ഒരു രാത്രിയോടുകൂടി ഒരു 12 നമ്മൾ നെറ്റ് കഴിഞ്ഞതാണ് കേട്ടോ ഫോണിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കയറ്റിയിട്ടാണ് നമ്മളിത് വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ വിചാരിച്ചിട്ട് വെറുതെ ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ ദോശയാണ് ഇന്ന് ചുടാൻ നിൽക്കുന്നത്. ഇന്നലെ ഞാൻ രാത്രിയെ മാവൊക്കെ കൂട്ടി വെച്ചാണ്. അപ്പോൾ ഇത്രത്തോളം ദോശ വേണ്ട, നമുക്ക് പകർന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അത് നാളേക്ക് കൊടുക്കാമല്ലോ. ഒക്കെ പാടുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ തിന്നൂല, വെറുതെ കാടി കൊണ്ട് തട്ടണ്ടല്ലോ ചേച്ചി. ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുക്കണുള്ളൂ. ബാക്കി ഇതാക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ അവിടെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കാമല്ലോ അല്ലേ. ഇപ്പോൾ മക്കൾക്ക് ദോശയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ രാവിലെ തിന്നാൽ ഓൾക്ക് നേരമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വൈകുന്നേരം ആകുമ്പോൾ അതിന് അടിയോടടിയാവും. അപ്പോൾ 3 4 5 മരണമായിരിക്കും എല്ലാവരും തിന്നും കേട്ടോ. രാവിലെ തിന്നാനാണ് ഇവൽക്കൊക്കെ ഒരു മടിയുള്ളത്. പിന്നെ സ്കൂളൊക്കെ വിട്ട് വന്നാൽ പിന്നെ ഇതിന് തല്ലാവും കേട്ടോ. 2 3 4 വരെ തിന്നുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഒരു 3 ആളും അങ്ങനെയുണ്ട്. വൈകുന്നേരം വന്നാൽ പിന്നെ രാവിലത്തെ ചായക്കടി ആണെങ്കിലും ഓൾക്ക് തിരക്കടിയില്ല. അപ്പോൾ ദോശയൊക്കെ ഒരു കറി ഉണ്ടാക്കുക ചോദിച്ചു നോക്കുമ്പോൾ തേങ്ങയും ഇവിടെ കാണാനില്ല. അപ്പോൾ തെങ്ങുമ്പോൾ പോയി നോക്കുമ്പോൾ ഉണങ്ങി കടിച്ചൊരു തേങ്ങ ഉണ്ട്. ഏതായാലും അതിൽ കുത്തിക്കൊണ്ടെന്നാണ്ട് നല്ല പോലെ ചട്നി ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. ഒരു കൊട്ടത്തേങ്ങൻ്റെ ചട്നിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കഴിഞ്ഞേരം ഞാൻ വേഗം കുളിച്ചു കിട്ടും. അന്ന് തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ല. വൈകുന്നേരം പുഴയിൽ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ തിരുമ്പലൊന്നും കഴിഞ്ഞില്ല. കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേനും ഉണ്ണിമോളൊക്കെ പോയി, മൂപ്പരൊക്കെ പണിക്കൊക്കെ പോയി കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോഴത്തേനും ഇതാക്കണം വേറെ 2 നീച്ച് പല്ലൊക്കെ തേച്ച് കുളിക്കാൻ ഉറമ്പിട്ടിട്ടുണ്ട്. പിന്നെ ഓല കുളി കഴിഞ്ഞ് ഓല കാത്തുക്കുമ്പോൾ എനിക്ക് നേരം വൈകും ചോദിച്ചാൽ ഞാനും ചായ കുടിക്കട്ടെ കേട്ടോ. ഒരു 3 ദോശ എടുത്തിക്കണ്. നമ്മളെ കൊട്ടത്തേങ്ങൻ്റെ നമ്മളെ ചട്നി എടുത്തിക്കണ് കേട്ടോ. രസമുണ്ട്, തിരക്കേടൊന്നുമില്ല. പക്ഷേ ആ ഒരു തേങ്ങയിൽ പാലും കമ്മി ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഈ കൊട്ടത്തേങ്ങൻ്റെ ചട്നിക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല. എന്നാലും ഇല്ലത് വെച്ചിട്ട് അങ്ങോട്ട് തിന്നു കേട്ടോ. ഇല്ലാത്തതിനിപ്പോൾ നമ്മളെന്താ കാട്ടണതല്ലേ. അതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇല്ലത് കൊണ്ട് ഓണം പോലെയൊന്നും പറഞ്ഞെടുക്കുക. ഇല്ല തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ചട്ടണി. തിരക്കേടൊന്നുമില്ല, അങ്ങനെ തിന്നിട്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഈ അടുക്കളം പുറത്ത് ഇരുന്നിട്ട് തന്നെ ചായ കുടിക്കാം കേട്ടോ. അവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്, നല്ല സുഖമാണ് കേട്ടോ. പിന്നെ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഓലും ഉണ്ടാവും കാലിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഓലും എന്താക്കണം, ഞാൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞാറ്റ കുളിയൊക്കെ കഴിഞ്ഞൊരു മേക്കപ്പിലാണ്. ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്യാതെ ചായ കുടി ഉണ്ടാവില്ല കേട്ടോ. കണ്ണനൊക്കെ നീച്ച് ഇതാക്കണം കുളിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഇതാക്കണം 9 9:15 ആകുമ്പോഴത്തേനാണ് 2 ആളും പോകാനുള്ളത്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചായ കുടിക്കട്ടെ. ഇനിയിപ്പോൾ ഓല് ചായ കുടി ആകുമ്പോഴത്തേന് ഞാനും ചായ കുടിച്ചാൽ എൻ്റെ വെള്ളം അറിയാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായി. ഓരോരുത്തർ ഇതാ ചായ കുടിക്കുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്, പോകാൻ നിൽക്കുന്നുണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വേഗം പേപ്പർ ഒന്ന് വായിക്കട്ടെ വിചാരിച്ചു. അല്ലെങ്കിൽ രാവിലെ നേരത്തെ കാലത്തെ പേപ്പർ മുറ്റത്ത് നിന്ന് എടുക്കുമ്പോൾ തന്നെ ഒന്ന് കണ്ണ് ഓടിക്കുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് നേരം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെ ഇന്ന് വായിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പേപ്പറിൽ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ എന്താ വായിക്കണമെന്ന് ചോദിച്ചാൽ നല്ലൊരു വാർത്ത തന്നെയാണ്, സൂപ്പർ വാർത്ത കേട്ടോ. ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം കാലം മാറിയതൊന്നും ഇവലൊന്നും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ കാട്ടിക്കൂട്ടലാണ് ഇവൽ കാട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കിയില്ല, ഇതാ ഉള്ളിരുന്ന് വായിക്കുന്നതെന്ന് വല്ലാത്ത ജാതി മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇതാക്കണ ഒരു ഗർഭിണി കുഞ്ഞു മരിച്ചത് കണ്ടിട്ടില്ലേ, ഇതാക്കണ ഒരു പേപ്പറിലുണ്ട് കേട്ടോ. അപ്പോൾ ഗർഭിണിയും കുഞ്ഞും മരിച്ചു, ഭർത്താവാണ് യൂട്യൂബിൽ നോക്കി പ്രസവം എടുക്കുക എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഉണ്ടില്ലേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആശുപത്രിയിലൊക്കെ ഉണ്ടാകാൻ മടിക്കുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. പണ്ടത്തെ ഉണ്ടല്ലോ, പഴയ പണ്ടത്തെ ഉണ്ടല്ലോ, ഒക്കെ വീട്ടിൽ നിന്നാണല്ലോ പ്രസവം ഉണ്ടാകുക. അതും ഓൾക്ക് പൈസ ഇല്ലാത്തത് കാരണേക്കാരം, ആശുപത്രി ദൂരമായത് കാരണേക്കാരം, അങ്ങനെയൊക്കെയാണല്ലോ വീട്ടിൽ നിന്നൊക്കെ പ്രസവിക്കുക. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ. പിന്നെ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ഇപ്പം അങ്ങനെ ഉള്ളത് അല്ലേ. വീട്ടിൽ നിന്നൊക്കെ പ്രസവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചട്ടം കെട്ടുന്നവരാണുള്ളത്. ഏതായാലും ഇപ്പോൾ ആ അമ്മയും ചെറിയൊരു പിഞ്ചു കുട്ടി, ഭൂമി കാണാൻ കഴിയാത്തൊരു കുട്ടിയും കൂടി മരിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വല്ലാത്തൊരു ജാതി മനുഷ്യന്മാരല്ലേ. എങ്ങനെയുണ്ടല്ലേ ആൾക്കാർ ഇപ്പോഴും അല്ലേ ജീവിച്ചിരിക്കുന്ന കാലത്തിനനുസരിച്ച് കോലം മാറ്റണം എന്ന് പറയുന്നിട്ടില്ല. ഇപ്പോഴും മാറാത്ത കുറേ മനസ്സുകളുണ്ട്. അങ്ങനെ അതാക്കണം ചായ കുടിയും കഴിഞ്ഞാവും. പിന്നെ കുറേ നേരം ചിന്തിച്ചിരുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഓരോരോ വാർത്ത കേട്ടാൽ അതിന്മേൽ കുറച്ച് നേരം ഒന്ന് പൊടിച്ച് തൂങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല.
പിന്നെ ഇതാകണം കുഞ്ഞാറ്റ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ മേക്കപ്പ് അങ്ങോട്ട് അങ്ങോട്ട് തീരുന്നില്ല. അപ്പോൾ മേക്കപ്പ് പെട്ടി വാങ്ങിയോണ്ട് തന്നെ മേക്കപ്പാട്ടോ ഇട്ട് ഭയങ്കര ഇടലാണ്. അപ്പോൾ ഇതാകണം നേരം വൈകിയാറിപ്പോൾ മണ്ടി പോവുക കേട്ടോ. അപ്പോൾ കുട്ടാപ്പിൻ്റെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഇജിൻ്റെ ഒപ്പം പോരുണ്ടോ എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒപ്പം ഓടിപ്പോയി. ഇനിയിപ്പോൾ ആരുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ, ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരുവിധം പരിപാടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാണ് ഒരു മാക്സി ഇപ്പം തന്നെ അടിച്ചു തരും ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത് മരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അടിക്കാൻ കിട്ടുമ്പോഴല്ല നമുക്കും തന്നെ ഒരു പൈസ ഒക്കെ വേഗം മുൻകൂട്ടിയൊക്കെ തരുമ്പോൾ നമുക്കും തന്നെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ അടിക്കാനായിട്ട്. അപ്പം പൈസ കിട്ടുമല്ലോ, ഒരു 10 റുപ്യ കിട്ടിയാൽ ഇതായല്ലോ, ഇതുമൊന്നും ഇപ്പം അത്ര കിട്ടിയെന്ന് പറയാമല്ലോ. അപ്പോൾ അതാ അടുക്കളത്തെ പണി ഒരുവിധം ഉണ്ട്. അകത്ത് ഇതാക്കണ ഇഷ്ടംപോലെ പണികളുണ്ട്, അടിച്ചു വാരാനുണ്ട്, തുടക്കാനുണ്ട്, അങ്ങനെ എമ്പാട് പണികളുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ് ഈ കുട്ടികളുടെ റൂം നോക്കുകയാണെങ്കിൽ ഉസാറായിട്ട് പരന്ന് കിടക്കുന്നുണ്ട്. ബുക്ക് അവിടെ, പേപ്പർ ഇവിടെ, ബുക്ക് ഇവിടെ, തുണികുപ്പായ അവിടെ എന്നും പറഞ്ഞൊക്കെ ഒരുവിധ പരിപാടികൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇതാ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ചായക്കടി വാങ്ങാൻ ഒരു 20 റുപ്യ ഇട്ടാതായല്ലോ. അപ്പം നമ്മൾ വീട്ടിലിരുന്നാണ്ട് സമ്പാദിക്കണത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ അടുക്കളത്തെ പണി എടുക്കും, അല്ലാത്ത പണികൾ എടുക്കും. ഇപ്പം നമുക്ക് യൂട്യൂബ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം, തയ്യലുണ്ട്, പിന്നെ ചെറുമട്ടത്തിൽ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു വരുമാനം കടന്നു പോകണത് കേട്ടോ. അപ്പോൾ ഓരോരോ ഓർഡറിനനുസരിച്ചിട്ട് ആ ഒരു പരിപാടികളൊക്കെ എടുക്കണുള്ളൂ. അപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കണില്ല, ഇങ്ങനെ തിന്നും കുടിച്ചും കടന്നും ഉറങ്ങിയും ആ ഒരു സമയം അങ്ങനെ കളയാനില്ല കേട്ടോ. പിന്നെ അടുക്കള കാണുമൊന്നും വേണ്ട കേട്ടോ. അടുക്കള പറഞ്ഞാൽ പൂരപ്പറമ്പിൻ്റെ അങ്ങേത്തലയാണ്. അതുകൊണ്ട് വല്ലാതെ അടുക്കളയൊക്കെ സൂക്ഷ്മമായി നോക്കിയാൽ നിങ്ങൾ തന്നെ പറയും എന്തൊരു അടുക്കളയപ്പോൾ ഇതെന്ന്. അപ്പോൾ ഓള് ഇതാക്കണം മാക്സി കൊണ്ടുപോകാൻ വരുമ്പോക്കിന് ഇതങ്ങോട്ട് അടിച്ച് വെക്കട്ടെ ചേച്ചി. റെഡിമെയ്ഡ് ആകുമ്പോൾ പിന്നെ വേഗം ഉണ്ട് കേട്ടോ അടിക്കാനായിട്ട്, ഒന്ന് ഷേപ്പാക്കാനും കൈ വെട്ടാനും കഴുത്തിറക്കാനൊക്കെ തന്നെ ഉള്ളല്ലോ. അപ്പോൾ വേഗം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അയിമയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അല്ലാതെ നമ്മൾ അടുക്കള പണിക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു പണി കഴിഞ്ഞിട്ട് അങ്ങനെ പണികൾ വന്നുകൊണ്ടേക്കാരം. അപ്പോൾ അടുക്കണേന് മുന്നേ ഈ ഒരു പണി എടുത്ത് വെക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ജനാലൊക്കെ ഒന്ന് തുറന്നിട്ട് ഭയങ്കര പൊടിയാണ്, നല്ല പൊടിയുണ്ട്. അപ്പോൾ ജനാലൊക്കെ ഒന്ന് തുടക്കാൻ ഇങ്ങനെ വിചാരിച്ച് കേട്ടോ, നല്ല പൊടിയുണ്ട്. അപ്പോൾ ആ ജനൽ കമ്പിയൊക്കെ ഒന്ന് തുടക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് തുറന്നിടല കേട്ടോ. അപ്പോൾ തുറന്നിട്ടത് അപ്പുറത്തെ അടുക്കള അങ്ങോട്ട് കാണാം കേട്ടോ. അപ്പോൾ തൊട്ടടുത്താണല്ലോ നമ്മളെ വീട്, ഓരോ വീടൊക്കെ ആയിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല, ചെറിയൊരു മാറ്റമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തോന സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തിനാ ഇങ്ങനെയാണ് കേട്ടോ വീട് നിൽക്കണത്. ഓരോ വില്ലകളെ പോലെയാണ് നമ്മളെ വീട് നിൽക്കണത്, നിരന്നിങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത്തിരി സ്ഥലത്ത് ഇത്തിരി വീടുകളൊക്കെയാണ് നമ്മളെ അടുത്തുള്ളത്. അപ്പോൾ അതവിടെ കട്ടെ, ചെറിയൊരു വീടാണെങ്കിലും നല്ല അത് വൃത്തിയായിട്ടൊരു സമാധാനത്തോടെ പോകുകയാണെങ്കിൽ അതാണല്ലോ ഒരു സമാധാനം. അല്ല അതൊരു സുഖം, അതാണ് സ്വർഗം പറഞ്ഞില്ലേ. അങ്ങനെയാണ് ഒരു സമാധാനം ഉണ്ടാകുമ്പോൾ തന്നെയാണ് ആ ഒരു ഭൂമിയിലെ സ്വർഗം നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലേ. അപ്പം തത്വശാസ്ത്രങ്ങൾ അവിടെ നിൽക്കട്ടെ, നമ്മളെ പണിയൊക്കെ ഇങ്ങോട്ട് വരട്ടെ അല്ലേ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിക്കാൻ നിൽക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമുക്കില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല കേട്ടോ, ഒരു പരിപാടിയും ശരിയാവില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഇതിനോണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ജീവിച്ചു പോണത്. ഞായറാഴ്ച അയൽക്കൂട്ടത്തിന് ഇടാൻ 10 റുപ്യ കിട്ടിയാൽ ഇതുമ്പം തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ മൂപ്പരോട് വല്ലാതെ അങ്ങോട്ട് കൈ കിട്ടലൊന്നുമില്ല. പിന്നെ വലിയ സംഖ്യകളൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അല്ലാതെ അപ്പോൾ നമുക്ക് അല്ലറ ചില്ലറ പൈസകളൊക്കെ കുട്ടികൾക്ക് ബസ് കൂലിയാണെങ്കിലും ബേക്കറി കടി എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും വേറെ എന്തെങ്കിലും പൊട്ടും കൺമേഷൊക്കെ വാങ്ങാനാണെങ്കിലും നമ്മളത് പൈസ ഉണ്ടായാലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മാക്സിയും ചുരിദാറും ബ്ലൗസും പറഞ്ഞായിരിക്കും ഒരുവിധമൊക്കെ അങ്ങനെ അടിക്കും, തിരക്കേടൊന്നുമില്ല. വല്ലാതായിട്ട് കൂലി വാങ്ങാനും പറ്റില്ല. ഈ വീട്ടിലിരുന്ന് അടിക്കുന്നവർക്ക് വല്ലാതെ പുറത്തുനിന്ന് വാങ്ങണ അത്ര കൂലി വാങ്ങാനും ആവില്ല കേട്ടോ. അങ്ങനെ അത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഒന്ന് അടിച്ചു വരാനും തുടക്കാനും വേണ്ടിയിട്ട് നിന്നിട്ടോ. വേഗം ഒന്ന് അടിച്ച് വരുമ്പോൾ തുടക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം വൈകിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന്, പിന്നെ ഫോണിൽ നെറ്റ് ഇല്ലാതാവുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒരു അന്തമിടലാണ് നമുക്ക്. എന്താ എവിടെയാണ് തുടങ്ങേണ്ടി, എന്താ കാണേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അന്തമിടലാണ് കേട്ടോ. ഒന്നാമത് നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ കയറിയിട്ട് എത്ര ആൾക്കാർ ഇന്നലെ വീഡിയോക്ക് എത്ര ആൾക്കാർ കണ്ടു, എത്ര ആൾക്കാർ ലൈക്ക് അടിച്ചു, കമൻ്റ് ഇട്ടു, അതൊക്കെ അറിയായിട്ട് നമുക്കൊരു ഇടങ്ങേറുണ്ട്, ഒരു സഞ്ചാരമുണ്ട് മനസ്സ് കിട്ടുക. എന്തൊക്കെ അയക്കണം ആവല്ലേ എന്നൊരു ഡോളറൊക്കെ അയക്കണോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ ഉണ്ട്. പിന്നെ സ്കൂളിലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നോ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഈ ഫോണില്ലെങ്കിൽ ആകെപ്പാടൊരു സ്വിപ്പാണ് പറഞ്ഞില്ലേ. പണ്ടൊന്നും ഇപ്പോൾ ഫോൺ ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഫോൺ തന്നെ വേണം എല്ലാവർക്കും, എല്ലാ ഗ്രൂപ്പുമാണ്. ഇപ്പോൾ വാട്സപ്പാണ്ട് തുറന്നാൽ പിന്നെ ഗ്രൂപ്പ് കൊണ്ട് തട്ടിത്തടഞ്ഞ് നടക്കാൻ വെച്ചാന്ന് പറഞ്ഞില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട്. ഇപ്പം ഇനി അതിലൊക്കെ എന്തെങ്കിലും മെസ്സേജ് വന്നോ എന്നൊക്കെ നമുക്കൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ. പിന്നെ അമ്മനെ വിളിച്ചിട്ടുമില്ല. ഒരു 11:30-12 മണിയാകുമ്പോൾ ഒരു അമ്മക്കൊരു കോൾ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അമ്മ ചായ കുടിക്കണ നേരെ ഇരിക്കാം കേട്ടോ. ഒരു 11:30-12 മണിയാകുമ്പോഴാണ് അമ്മ ഹോട്ടലിൽ നിന്ന് ചായ കുടിക്കുക. അപ്പോൾ ആ ഒരു നേരത്തെ ഒരു വിളി ഉണ്ട്. ഒരു കുറച്ച് നേരം കുട്ടികളെ സ്കൂൾക്ക് പോയോ, എന്താ ചായക്കോ ചോറിന് കടി ചായ കുടിച്ചോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിളിയുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒന്ന് വിളിക്കാൻ പറ്റൂലല്ലോ.
അപ്പം അങ്ങനെയാണ് ഒരു നെറ്റില്ലാത്ത ദിവസം ഇങ്ങനെയാണ് ഒരു അന്തം വിട്ട കളി പറഞ്ഞാൽ ഒരു അന്തം വിട്ട കളി തന്നെയായി കാരണം. അപ്പം ഒന്നാമത് ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിക്കാരല്ലേ. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ലേ നമ്മൾ എല്ലാം ഒന്നും ഫോണൊന്നും ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിച്ച് പോയിക്കുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, കാലം മാറിയില്ലേ. അങ്ങനെ ഇതാക്കണം അടുക്കളയത്തെ ഒരുവിധ പരിപാടികളൊക്കെ ഒതുക്കി അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ടി വി ഒക്കെ കണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആകശ്രയം പറയുന്നത് ടി വി തന്നെയാണ്. അപ്പം ഇനി കുറേ നേരം ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ നെറ്റ് കയറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഒരു ടി വി ആണല്ലോ തന്നെ കുറേ നേരം ടി വി ഒക്കെ കണ്ട് ബുക്ക് എടുക്കണം എന്ന് വിചാരിച്ച് പക്ഷെ നടന്നില്ല കേട്ടോ. ഒരു മടി വന്ന് ഞാൻ അപ്പോൾ ബുക്ക് എടുത്ത് പഠിച്ചതൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ടി വി ഒക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഉച്ചയായപ്പോൾ നമ്മൾ ചോറ് തിന്നു. ചോറിന് അധികം കറിയൊന്നും ഇല്ലേന്ന് തക്കാളി താളിച്ചതും ചമ്മന്തി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അങ്ങനെ വല്ലതായിട്ട് നമുക്ക് കാണിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊന്നും എടുത്തതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും ചോറ് തിന്ന് മൂപ്പരങ്ങോട്ട് പറഞ്ഞേച്ച് പിന്നെ എന്താക്കണം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ട് പക്ഷെ ഉറക്കം ഇങ്ങോട്ട് വരുന്നില്ല. നിദ്രാദേവി നമ്മൾ എടുത്തു കൂടെ ഉണ്ട് വന്ന് പോയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പം തന്നെ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ലോ. അപ്പോൾ ടി വി ഒക്കെ തുറന്ന് ഇതാക്കണം കുറച്ച് മേക്കപ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ മേക്കപ്പ് അത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്കാന്നൊക്കെ എഴുതിയത് വല്ലാത്തൊരു ജാതിയാണ് കേട്ടോ. അത് ചുണ്ടുമലായിട്ട് പോകണല്ലേ. ഞാൻ കുറേ ഒന്ന് തേച്ച് നോക്കി. പക്ഷേ ചുണ്ടുമല അത് കട്ട പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും മീശോന്ന് വാങ്ങിയല്ലേ. അപ്പോൾ കുഞ്ഞാറ്റി വരുമ്പോഴത്തേന് ഇതിൻ്റെ പരിപാടി ഒന്ന് ഇളക്കി എടുക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ കണ്ണുമോടൊക്കെ തേക്ക് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. വയസ്സാം കാലത്താണെങ്കിലും ചത്ത് കറന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണല്ലോ. അപ്പോൾ ഞാനൊന്ന് ചമഞ്ഞ് നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നില്ലേ. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ ഇതാ ഒരുവിധം സാധനങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പാടെ തേച്ചിട്ട് മുഖത്തിൽ വെറുതെ കുരുപൊന്തിക്കേണ്ട വിചാരിച്ചത് കണ്ണുമ്മ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കണ്ണുമ്മലും ഇത്തിരി ലിപ്റ്റിക്ക് ഇട്ടു. ഇതാകണം നല്ലപോലെ ഐലൈനറൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കണ്ണാടിയിൽ നോക്കാതെ ഐലൈനർ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഒരു വയനാട് ചുരം കയറുന്ന പോലെയാണ് നമ്മൾ കണ്ണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ വളഞ്ഞും കുളഞ്ഞൊക്കെയാണ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കി എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതി നമ്മൾ ഒരുങ്ങി ചമഞ്ഞൊക്കെ ഇത്രയൊക്കെ മതി. ഇനി അഥവാ അവൾ സ്കൂളിൽ വരുമ്പോഴത്തേന് ഇതൊക്കെ പാടെ ഒരു ചെക്ക് ചെയ്യലുണ്ട്. അതെങ്ങാനും കഴിഞ്ഞിക്കണ് തുറന്നിക്കണ് പാക്കറ്റ് പൊട്ടിച്ചിക്കണെന്ന് കണ്ടാൽ ചിലപ്പം ചെവിത്തല കേൾക്കാനായിക്കൂല കേട്ടോ. ഇന്നത്തെ ദിവസം ഏതായാലും ഒരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ചെയ്യുന്നുണ്ട്. നെറ്റില്ലായിട്ട് നമുക്ക് എന്തൊക്കെയോ ഒരു ഇടങ്ങേറേന്ന്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് വട്ടായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ബൈ.